ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് നല്ല ജലദോഷമുണ്ട്, നല്ല തൊണ്ടയടപ്പമുണ്ട്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് സൗണ്ടിലും ഉണ്ട്. കേൾക്കുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ നമ്മളെല്ലാം ഒരു കുടുംബമാണല്ലോ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കും എന്നുള്ള വിശ്വാസത്തോടെ വീഡിയോയിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ജീവിതത്തിലെ തോൽവിക്കും ജയത്തിനുമുള്ള പ്രധാന കാരണം എന്താണെന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തൊപ്പിക്കാരൻ്റെ കഥ തന്നെയാണ് നമ്മൾ ഇന്നും ആധാരമായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തൊപ്പിക്കാരൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു തൊപ്പി വച്ചിട്ടാണ് അദ്ദേഹം നഷ്ടമായി പോയ എല്ലാ തൊപ്പിയും തിരിച്ചു പിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി പോയെങ്കിലും നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കഴിവ് നമ്മളെ കാണും, എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ ബാക്കിയായിട്ട് കാണും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ധർമ്മം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ക്വാളിറ്റിയും ഇല്ലാതെ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു കഴിവ് നമുക്ക് കാണും. ആ കഴിവ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ധർമ്മം. അപ്പോൾ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കഴിവ് എന്താണ്, നമ്മൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയാലും നമ്മളുടെ കഴിവ്, ദൈവം തന്നിട്ടുള്ള ബാക്കിയായിട്ടുള്ള ഒരു താലന്ത്, അതെന്താണെന്ന് കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രയോജനമാവുക. അപ്പോൾ കഴിഞ്ഞ കഥയിൽ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അത് വെച്ച് നമുക്ക് നഷ്ടമായത് എല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയും. അയ്യോ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ തോറ്റുപോയല്ലോ എന്ന് ചിന്തിച്ചിരിക്കാതെ, വിഷമിച്ചിരിക്കാതെ, ഇന്ന് മുതൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്കുള്ളത്, എനിക്കെന്തിനി ചെയ്യാൻ പറ്റും, തോൽവിയാണ് ഞാൻ, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് എന്തിനി ചെയ്യാൻ പറ്റും എന്ന് സ്വയം ചിന്തിച്ച് നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത് എന്നുള്ളത് കണ്ടെത്തുക. അതാണ് പ്രധാനം. എന്തില്ല എന്നുള്ളത് കഴിഞ്ഞു, അത് പൊയ്ക്കോട്ടെ. പക്ഷെ ഇനി എന്തുണ്ട്, ഒന്നെങ്കിലും ഉണ്ടോ, അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ധർമ്മം. അത് കണ്ടെത്തി അത് വെച്ച് നഷ്ടമായതെല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ള, ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു വാശി നിങ്ങളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ സ്വയം നിങ്ങൾക്ക് നഷ്ടമായി പോയത് എല്ലാം കളഞ്ഞിട്ട് ഇനി എന്തുണ്ട് എന്ന് സ്വയം കണ്ടെത്തുക. അതിനെന്ത് ചെയ്യാം നമുക്ക്? ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടമായത് എല്ലാം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കൂ. എന്നിട്ട് ആ പേപ്പറിന് ചുരുട്ടി മറിടക്കി അങ്ങ് കളഞ്ഞേക്ക്, അതങ്ങ് പൊയ്ക്കോട്ടെ. എന്നിട്ട് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടെത്തുക. അത് എനിക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നുള്ളത് എഴുതി വയ്ക്കുക. എനിക്ക് എന്തൊക്കെ ഇനി നഷ്ടമായിട്ട് ബാക്കിയുണ്ടെന്ന് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കൂ. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, എനിക്കിതുണ്ട്, ഈ കഴിവുണ്ട്, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന്. അത് കണ്ടെത്തുക. അതിന് പ്രധാനപ്പെട്ടായിട്ട് വേണ്ടത് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ വർഷത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങളൊരു ഡയറി വാങ്ങുക, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ആ ദിവസം തന്നെ രാവിലെ എഴുതി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ എനിക്ക് നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് എഴുതി വയ്ക്കുക. എന്നിട്ട് ആ ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ടിക്കിടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ കഴിയും. ടു ഗ്രോ യുവർ സെൽഫ് യു മസ്റ്റ് നോ യുവർ സെൽഫ് എന്നാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2025 ആരംഭത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഒരു ടു ഡു ലിസ്റ്റ് പ്ലാൻ ഉണ്ടാക്കണം. എന്തൊക്കെയാണ് ഓരോ ദിവസം ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതി വയ്ക്കണം. അതുകൂടാതെ ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡയറി എഴുതാനും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനുമുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയം നേടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതും മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സാരാംശം ഇത്രയാണ്. നിങ്ങൾ സ്വയം തിരിച്ചറിയുക, എനിക്ക് എന്തൊക്കെ നഷ്ടമായാലും എൻ്റെ ജീവിതത്തിൽ എന്താണ് ബാക്കിയുള്ളതെന്ന് സ്വയം കണ്ടെത്തുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിനുള്ള പ്രധാന അടിസ്ഥാനം. എല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ
ഇനി എന്ത് എൻ്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടെന്ന് സ്വയം കണ്ടെത്തി അതിൽ നിന്ന് വിജയം കണ്ടെത്താൻ പരിശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.